ഹലോ ഗൈസ്, ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വൻപയർ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും ഒഴിച്ച് അല്പം ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഉണ്ടാക്കുന്നത് റാഗി കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് വെള്ളം കുറേശ്ശെ ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് വേണം കേട്ടോ നനച്ചെടുക്കാൻ. പെട്ടെന്ന് വെള്ളം ഒഴിച്ചാൽ അത് പെട്ടെന്ന് കട്ട ആയിപ്പോവും. അപ്പോൾ ഒന്നിങ്ങനെ നനച്ച് ഇതാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇത്തിരി ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഈ റാഗി ആകുമ്പോൾ ഇത്തിരി ബലം ഉണ്ടാവുമല്ലോ. എന്നിട്ട് ആ തേങ്ങയുടെ നനവും കൂടി വെച്ച് ഇങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമേ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ സെറ്റായി വരികയാണെങ്കിൽ അത് ആ പാകത്തിന് വെള്ളം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പുട്ടൊന്ന് ഇത്തിരി നേരത്തെ നനച്ച് വെക്കണം, നല്ലതാണ് കേട്ടോ. കാരണം റാഗി പൗഡർ ആയതുകൊണ്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഒന്ന് നനച്ച് വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളി നന്നാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അങ്ങനെ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടി നന്നാക്കി എടുത്തു. അപ്പോൾ വെളുത്തുള്ളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. അങ്ങനെ വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചു, മുളകും കൂടി വെച്ചിട്ട് ചതച്ചെടുത്തു. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയപ്പോൾ ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച പയറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു. പുട്ടിനായതുകൊണ്ട് ചെറിയൊരു ഇത്തിരി നനവുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം പിന്നെ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്തിരി നേരം നനച്ച് വെച്ചത് കൊണ്ട് ഇപ്പോൾ നല്ല പൊടി നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പുട്ടും വാരിയിട്ട് കൊടുത്തു. ഒന്ന് അമർത്തി വെച്ചതാണ് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തുമ്പോൾ അത് പൊടിഞ്ഞു പോയെങ്കിലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കി വെച്ചതാണ്. പക്ഷേ എന്നാലും അത്ര സെറ്റായിട്ടൊന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പുട്ടൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം ഞാനൊത്തിരി മധുരം ഇടാത്തൊരു കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റാഗി പുട്ടും വൻപയറും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. പിന്നെ അറിയാമല്ലോ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പാത്രങ്ങൾ കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ കഴുകി വെച്ച് അടുക്കള ഒന്ന് തുടച്ചിടണം. അപ്പോൾ ആദ്യം തന്നെ പാത്രം കഴുകാനായിട്ട് നിന്നു. നിങ്ങൾക്ക് പാത്രം കഴുകണതാണോ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ജോലി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പക്ഷേ പാത്രം കഴുകാൻ ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെച്ച് അവിടെയൊക്കെ തുടച്ചിടുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ അവിടെ സിങ്കൊക്കെ കഴുകി തിണ്ണയൊക്കെ ഒന്ന് തൂത്ത് എല്ലാം ക്ലീനാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.